JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാകുകയുള്ളൂ. 16 ഓഗസ്റ്റ് 2025 നടന്ന PSC പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്സിലെ ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ എവിടെയാണ്? കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ എവിടെയാണ്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ എവിടെയാണ്? ഓപ്ഷൻ സി ആണല്ലേ കറക്റ്റ് ആൻസർ. തവനൂർ ആണല്ലേ, തവനൂര്. കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ എവിടെയാണ്? തവനൂര്, തവനൂർ. അടുത്ത ക്വസ്റ്റ്യൻ. കേരള ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ആക്ട് പ്രകാരം കരുതൽ തടങ്കലിൽ പെടുന്ന ആൾക്കാരെ പാർപ്പിക്കുന്ന ജയിൽ. കേരള ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ആക്ട് പ്രകാരം കരുതൽ തടങ്കലിൽ പെടുന്ന ആൾക്കാരെ പാർപ്പിക്കുന്ന ജയിൽ. 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? സെൻട്രൽ ജയിലാണല്ലേ. കേരള ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ആക്ട് പ്രകാരം കരുതൽ തടങ്കലിൽ പെടുന്ന ആൾക്കാരെ പാർപ്പിക്കുന്ന ജയിലാണ് സെൻട്രൽ ജയില്. അടുത്ത ക്വസ്റ്റ്യൻ. ജയിൽ ഉദ്യോഗസ്ഥർക്ക് അടിസ്ഥാന പരിശീലനം നൽകുന്നതിന് കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനം. ജയിൽ ഉദ്യോഗസ്ഥർക്ക് അടിസ്ഥാന പരിശീലനം നൽകുന്നതിന് കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ആ പ്രസ്തുത സ്ഥാപനം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ. ജയിൽ ഉദ്യോഗസ്ഥർക്ക് അടിസ്ഥാന പരിശീലനം നൽകുന്നതിന് കേരളത്തിൽ സ്ഥാപിച്ചുള്ള സ്ഥാപനമാണ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാനത്തിലെ ജയിൽ വകുപ്പ് മേധാവിയുടെ തസ്തികയുടെ പേര്. കേരള സംസ്ഥാനത്തിലെ ജയിൽ വകുപ്പ് മേധാവിയുടെ തസ്തികയുടെ പേര്. 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ്. കേരള സംസ്ഥാനത്തിലെ ജയിൽ വകുപ്പ് മേധാവിയുടെ തസ്തികയുടെ പേര് ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ്. അടുത്ത ക്വസ്റ്റ്യൻ. തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം പാർപ്പിക്കുവാൻ സാധിക്കുന്ന കുട്ടികളുടെ പ്രായപരിധി എത്ര? തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം പാർപ്പിക്കുവാൻ സാധിക്കുന്ന കുട്ടികളുടെ പ്രായപരിധി എത്രയാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? 6 വയസ്സാണല്ലേ. തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം പാർപ്പിക്കാൻ സാധിക്കുന്ന കുട്ടികളുടെ പ്രായപരിധി 6 വയസ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. മനോവിശ്ലേഷണം സൈക്കോ അനാലിസിസ് എന്ന മനഃശാസ്ത്ര സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മനോവിശ്ലേഷണം എന്ന മനഃശാസ്ത്ര സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? ഫ്രോയിഡ് ആണല്ലേ. മനോവിശ്ലേഷണം സൈക്കോ അനാലിസിസ് എന്ന മനഃശാസ്ത്ര സിദ്ധാന്തം ആരാണ്? ഫ്രോയിഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ദൈനംദിന സാഹചര്യങ്ങളെ കുറിച്ചുള്ള തീവ്രവും അമിതവുമായ ആശങ്കയും ഭയവും താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് അവസ്ഥയുടെ ലക്ഷണമാണ്? ദൈനംദിന സാഹചര്യങ്ങളെ കുറിച്ചുള്ള തീവ്രവും അമിതവുമായ ആശങ്കയും ഭയവും താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് അവസ്ഥയുടെ ലക്ഷണമാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ അകത്ത് ഏത് അവസ്ഥയുടെ ലക്ഷണമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ഉത്കണ്ഠ, ആങ്സൈറ്റിയുടെ ലക്ഷണമാണ്. ദൈനംദിന സാഹചര്യങ്ങളെ കുറിച്ചുള്ള തീവ്രവും അമിതവും ആയ ആശങ്കയും ഭയവും ഉത്കണ്ഠ അല്ലെങ്കിൽ ആങ്സൈറ്റി അവസ്ഥയുടെ ലക്ഷണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ബുദ്ധി ബഹുമുഖ സിദ്ധാന്തം മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ആരാണ് അവതരിപ്പിച്ചത്? ബുദ്ധി ബഹുമുഖ സിദ്ധാന്തം ആരാണ് അവതരിപ്പിച്ചത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഗാർഡനർ ആണല്ലേ. ബുദ്ധി ബഹുമുഖ സിദ്ധാന്തം മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ആരാണ് അവതരിപ്പിച്ചത്? ഗാർഡിനർ. ഗാർഡിനർ. അടുത്ത ക്വസ്റ്റ്യൻ. ആക്രമണോത്സുകത നിരീക്ഷണം വഴി പഠിക്കുന്നു എന്ന് പരീക്ഷണത്തിലൂടെ സ്ഥാപിച്ച മനഃശാസ്ത്ര സൈദ്ധാന്തികൻ ആര്? ആക്രമണോത്സുകത നിരീക്ഷണം വഴി പഠിക്കുന്നു എന്ന് പരീക്ഷണത്തിലൂടെ സ്ഥാപിച്ച മനഃശാസ്ത്ര സൈദ്ധാന്തികൻ ആര്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, ബന്ദുര. ഏതാണ് മനഃശാസ്ത്ര സൈദ്ധാന്തികൻ? ആരാണ്? ബന്ദുര. ബന്ദുര. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആന്തരിക അഭിപ്രേരണ ഇൻട്രിൻസിക് മോട്ടിവേഷൻ അതിൽ പെട്ടത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആന്തരിക പ്രേരണയിൽ പെട്ടത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? കണ്ടുപിടിച്ചോ, ഏതാണ്? ആത്മസംതൃപ്തിയാണ് അല്ലേ. ആന്തരിക അഭിപ്രേരണയിൽ പെട്ടത് ഏതാണ്? ആത്മസംതൃപ്തി. അടുത്ത ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷകന് താഴെ പറയുന്നവയിൽ ഏതാണ് പൊതുരേഖയായി നൽകാൻ സാധിക്കുന്നത്? വിവരാവകാശ നിയമപ്രകാരം അപേക്ഷകന് താഴെ 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ടല്ലേ. അതിൻ്റെ അകത്ത് ഏതാണ് പൊതുരേഖയായിട്ട് നൽകാൻ സാധിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. മറ്റൊരാളുടെ ജാതി സർട്ടിഫിക്കറ്റ്. മറ്റൊരാളുടെ ജാതി സർട്ടിഫിക്കറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. BPL വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകൻ വിവരാവകാശ നിയമപ്രകാരം ഒടുക്കേണ്ട ഫീസ്. BPL വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകൻ വിവരാവകാശ നിയമപ്രകാരം ഒടുക്കേണ്ട ഫീസ് എത്രയാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഫീസ് ഒടുക്കേണ്ടതില്ല. അപ്പോൾ BPL വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകൻ വിവരാവകാശ നിയമപ്രകാരം ഫീസ് ഒടുക്കേണ്ടതില്ല. അടുത്ത ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമപ്രകാരം അധിക ഫീസ് ഒടുക്കാൻ ആവശ്യപ്പെട്ടാൽ അപേക്ഷകൻ എത്ര ദിവസത്തിനുള്ളിൽ ഫീസ് ഒടുക്കണം? വിവരാവകാശ നിയമപ്രകാരം അധിക ഫീസ് ഒടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടാൽ അപേക്ഷകൻ അത് എത്ര ദിവസത്തിനുള്ളിൽ ഫീസ് ഒടുക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കണം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കാലയളവ് നിഷ്കർഷിച്ചിട്ടില്ല. അപ്പോൾ വിവരാവകാശ നിയമപ്രകാരം അധിക ഫീസൊക്കെ ഒടുക്കാൻ ആവശ്യപ്പെട്ടാൽ അത് അതിൻ്റെ കാലയളവ് നിഷ്കർഷിച്ചിട്ടില്ല. അപേക്ഷകൻ എത്ര ദിവസത്തിൽ വേണമെങ്കിലും ഫീസ് ഒടുക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ ഓഫീസറുടെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? എത്ര വർഷമാണ്? 5 വർഷമാണ് അല്ലേ. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി 5 വർഷം. അടുത്ത ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ സ്വീകരിക്കുന്നതിന് വിസമ്മതിക്കുകയോ നിർദ്ദേശിച്ചിട്ടുള്ള സമയപരിധിയിൽ വിവരം നൽകാതിരിക്കുകയോ അഥവാ അപേക്ഷ ഉത്തമ വിശ്വാസമില്ലാതെ നിഷേധിക്കുകയോ അഥവാ അറിഞ്ഞുകൊണ്ട് തെറ്റായതും അപൂർണമായതും തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരം നൽകുകയോ ഏതെങ്കിലും തരത്തിൽ വിവരം നൽകുന്നതിനെ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് നിയമപ്രകാരം പരമാവധി ചുമത്തപ്പെടുന്ന പിഴ സംഖ്യ എത്രയാണ്? വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ സ്വീകരിക്കുന്നതിന് വിസമ്മതിക്കുകയോ നിർദ്ദേശിച്ച സമയപരിധിയിൽ വിവരം നൽകാതിരിക്കുകയോ അഥവാ അപേക്ഷ ഉത്തമ വിശ്വാസമില്ലാതെ നിഷേധിക്കുകയോ അഥവാ അറിഞ്ഞ് കൊണ്ട് തെറ്റായതും അപൂർണമായതും തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരം നൽകുകയോ ഏതെങ്കിലും തരത്തിൽ വിവരം നൽകുന്നതിനെ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് നിയമപ്രകാരം പരമാവധി ചുമത്തപ്പെടുന്ന പിഴ സംഖ്യ എത്രയാണ്? എത്രയാണ്? 25,000 രൂപയാണ് അല്ലേ. 25,000 രൂപ. അടുത്ത ക്വസ്റ്റ്യൻ. സർവദേശീയ മനുഷ്യാവകാശ ദിനം. സർവദേശീയ മനുഷ്യാവകാശ ദിനം എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. സർവദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണ്? ഡിസംബർ 10-നാണ് അല്ലേ. ഡിസംബർ 10. സർവദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ ഔദ്യോഗിക കാലാവധി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? 3 വർഷമാണ് അല്ലേ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? 3 വർഷം. അടുത്ത ക്വസ്റ്റ്യൻ. കസ്റ്റഡി മരണങ്ങൾ ഡാഷ് മണിക്കൂറിനുള്ളിൽ മനുഷ്യാവകാശ കമ്മീഷന് മുമ്പാകെ ബന്ധപ്പെട്ട ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യണം. കസ്റ്റഡി മരണങ്ങൾ എത്ര മണിക്കൂറിനുള്ളിലാണ് മനുഷ്യാവകാശ കമ്മീഷന് മുമ്പാകെ ബന്ധപ്പെട്ട ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? 24 മണിക്കൂറിനുള്ളിൽ അല്ലേ. കസ്റ്റഡി മരണങ്ങൾ ഉണ്ടായാൽ അത് 24 മണിക്കൂറിനുള്ളിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ മുമ്പാകെ ബന്ധപ്പെട്ട ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ. നെൽസൺ മണ്ടേല റൂൾ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന പ്രമാണം. നെൽസൺ മണ്ടേല റൂൾ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന പ്രമാണം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? 1955-ലെ സ്റ്റാൻഡേർഡ് മിനിമം റൂൾ ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് പ്രിസണേഴ്സ്. 1955-ലെ സ്റ്റാൻഡേർഡ് മിനിമം റൂൾസ് ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് പ്രിസണേഴ്സ് ആണ് നെൽസൺ മണ്ടേല റൂൾ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന പ്രമാണം. അടുത്ത ക്വസ്റ്റ്യൻ.
മനുഷ്യാവകാശ ലംഘനമാകുന്നതായി ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ ഡാഷ് വർഷം കഴിഞ്ഞ ശേഷം ഒരു സംഗതിയിലും കമ്മീഷനോ സംസ്ഥാന കമ്മീഷനോ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല. മനുഷ്യാവകാശ ലംഘനവും ആകുന്നതായി ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ ഡാഷ് വർഷം കഴിഞ്ഞ ശേഷം ഒരു സംഗതിയിലും കമ്മീഷനോ സംസ്ഥാന കമ്മീഷനോ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല. 4 ഓപ്ഷൻസ് താഴെയുണ്ട്. എത്ര വർഷം കഴിഞ്ഞ ശേഷമാണ്? 4 ഓപ്ഷനകത്ത് ഏതാണ് ശരി ഉത്തരം? 1 വർഷം കഴിഞ്ഞ ശേഷം ഒരു സംഗതിയിലും കമ്മീഷനോ സംസ്ഥാന കമ്മീഷനോ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി നിർത്തട്ടെ. നന്ദി, നമസ്കാരം.